സിനിമകൾ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്ത് പോവാണ്. ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ ഇന്റർനാഷണൽ സിനിമ കാണും, ബട്ട് നമ്മൾ കന്നഡ സിനിമ കാണാറില്ല. എഫേർട്ട് നല്ല സിനിമ എടുക്കാനായിരിക്കണം. ഹോണസ്റ്റ് ആയിട്ട് സിനിമ എടുക്കുമ്പോൾ അത് ട്രാവൽ ചെയ്യും. പുഷ്പ ചന്ദക്കി മാല ബിൽപത്രേ മാദേവ നിംഗെ. I started watching Malayalam films in lockdown, and I think I can understand this much Malayalam, whatever Malayalam, is because of that only. Kumbalangi Nights, Trance, Joji. Mohanlal sir, he has that Tanmatra. Oh, I loved it. My confidence is we've made a good film. I think you guys will be kind on us. ടോബി സിനിമയുടെ സംവിധായകൻ ബാസിൽ ചാൽക്കലും നായിക കഥാപാത്രമായി വരുന്ന ചൈത്ര ജെ ആചാറുമാണ് ദ ഫോർത്തിനൊപ്പം ഇന്ന് ചേരുന്നത്. സ്വാഗതം. താങ്ക് യു. ഷെട്ടി ടീമിനൊപ്പം ആദ്യ സിനിമ സംവിധാന രംഗത്ത് സാധ്യമാകുന്നത് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് തന്നെ എടുക്കാം. ഈ ഒരു ടീമിന്റെ ഭാഗമായി ആദ്യ സിനിമ സംഭവിക്കുന്നത് എങ്ങനെയാണ് ശരിക്കും? ഞാൻ ഈ ടീമിന്റെ ഭാഗമായി പറഞ്ഞാൽ ഈ ടീമിന്റെ ഭാഗമാണ് ഞാൻ ഓൾമോസ്റ്റ്. അതായത് ഈ ടീം എപ്പോൾ ഫോം ചെയ്തു, അതായത് രാജിൻ്റെ ഒന്നാമത്തെ സിനിമ ഒന്തുമുട്ടേക്കത്തെ, ആ ഒന്തുമുട്ടേക്കത്തെ മുതൽ ഞാൻ അവൻ്റെ അസോസിയേറ്റഡ്, അവൻ്റെ കൂടെ ഉണ്ട്. ഒന്തുമുട്ടേക്കത്തെ ചെയ്തു, ഗരുഡ ഗമന, അതിൽ ത്രൂ ഔട്ട് ആ ജേണിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെന്താണ് എൻ്റെ പ്രൊജക്റ്റിൽ അവനും ഭാഗമായി. നമ്മളെല്ലാവരും കൂടി അടുത്ത പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നില്ലാതെ ആ ഒരു ടീമിലേക്ക് പോയി ചെയ്യുന്ന ആ ഒരു സാധനമല്ല ഉള്ളത്. ഈ ടീമിൻ്റെ ഭാഗം ത്രൂ ഔട്ട് ദ ജേണി ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ ഇത്രയും കാലം ചെയ്തു, അതിൻ്റെ അടുത്ത പ്രൊജക്റ്റും കൂടി ചെയ്തു എന്നുള്ളൊരു സാധനമേ ഉള്ളൂ. അതിലൊരു പ്രത്യേകത ഒന്നും തോന്നുന്നില്ല? ശരിക്കും സംവിധാനത്തിൽ ആദ്യ സിനിമ വരുന്നതെന്ന് പറയുന്നത് സ്പെഷ്യൽ ആണല്ലോ, നമ്മുടെ മാത്രം ഒരു പ്രൊഡക്റ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ ഇത് എൻ്റെ മാത്രം പേഴ്സണൽ സ്പേസിൽ ഉണ്ടായ ഒരു പേഴ്സണൽ പ്രൊജക്റ്റ് ഒന്നും അല്ലത്. ഇതൊരു കളക്റ്റീവായിട്ടുള്ള നമ്മുടെ ടീമിൻ്റെ നമ്മുടെ ടീമിൻ്റെ വർക്കിംഗ് സ്റ്റൈൽ അതുകൊണ്ടായിരിക്കും ഇതൊരു കളക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ടാണ്. എല്ലാവരുടെയും ഇൻപുട്ട് ഉണ്ട്, നമ്മുടെ ടീമിൽ എല്ലാവരുടെയും ഒരു ഇൻപുട്ട് ഉണ്ട് അതിൽ. പക്ഷേ അതിന് ഡയറക്ഷൻ കൊടുത്തത് ഞാനെന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ എൻ്റെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഒന്നുമില്ല. ചൈത്ര എങ്ങനെയാണ് ഈ സിനിമയുടെ ഭാഗമാണ്? How you get into the movie? I have worked with Raj in my first film. My first film was Mahira in 2018. That's when I met him, but I hadn't expressed my desire to work with him ever. But I knew him as a dear friend and a colleague. But I sang in his previous film, Garuda Gamana Rishabhavahana. I sang a song. So then also I didn't get to work with him directly. But later, I think he saw my previous film called Gilki, where I had played a cerebral girl, palsy, a girl who had cerebral palsy. So he had watched that and he really appreciated my work. So that was it. So even then I didn't tell him that I want to work with you, nothing of that sort. Then one fine day when I was shooting for Saptasagara Dachello with Shetty, and I get a call from him telling, I'm writing this story called Toby and I want you to play Jenny. That's it. I was very happy because it was like a validation coming from him, telling, he thinks that I can play that character, and he just said that. And I was like, I didn't ask what story is, what the character is. I just said, okay, that's how it happened. And I think after that, you can see what we've created. So that's the journey. രാജ്ബി ഷെട്ടിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് വരുന്നതല്ലോ. അപ്പം അദ്ദേഹമാണ് ഇതിന്റെ പ്രധാന കഥാപാത്രമായ ടോബി ആയിട്ടും വരുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു സ്ക്രിപ്റ്റിംഗിൽ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുമായിരിക്കും കഥാപാത്രങ്ങളിൽ. അതിനപ്പുറം സംവിധായകൻ എന്ന നിലയിൽ എന്തൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് സിനിമയ്ക്ക്? അതിനപ്പുറം എന്ന് പറഞ്ഞാൽ ഇത് ഈ ടോബിയുടെ കഥ വരുന്നത് ദയാനന്ദ് ടി കെ എന്ന് പറഞ്ഞൊരു പുള്ളി എഴുതിയ ഒരു കഥയുടെ ഭാഗമായിട്ടുള്ള അതൊരു വലിയ വൈഡ് ആയിട്ടുള്ള ഒരു ക്യാൻവാസാണ്. ആ വൈഡ് ക്യാൻവാസിൽ അതൊരു നോർത്ത് കർണാടകയിലുള്ള ഒരു ഏരിയയിൽ നടക്കുന്ന ഒരു വലിയൊരു സംഭവത്തിൻ്റെ ഒരു ഭയങ്കര ലോങ് ടൈം ഓഫ് പീരീഡിൽ നടക്കുന്ന ഒരു കഥയാണ്. അതിൽ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് ഈ ടോബി. നമ്മൾക്ക് ഈ നരേഷൻ കിട്ടുമ്പോൾ, എനിക്ക് രാജനും ഇതാൻസർ നരേഷൻ തരുമ്പോൾ നമുക്ക് ഈ ക്യാരക്ടർ ഭയങ്കര ഹുക്കായി. അതായത് ഊമയായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആ ഊമയായിട്ടുള്ള ആളുടെ ആ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സെറ്റപ്പാണ്. ആ ഒരു എക്സ്ട്രീം സെറ്റപ്പിൽ അയാൾ സർവൈവ് ആവുന്നതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതിൽ. ആ ക്യാരക്ടറിനെ മാത്രം അവിടെ എടുത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ട് അതിൽ രാജ് അവനെന്താണ് ആ ടോബിയുടെ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്, ആ പോസിബിലിറ്റീസൊക്കെ അവൻ എന്താണ് തപ്പിപ്പോയതാണ് ഈ സ്ക്രിപ്റ്റിലൂടെ. അപ്പോൾ നമുക്ക് എക്സാക്ട് ആ ഒറിജിനൽ സ്റ്റോറിയുള്ള പോലുള്ളൊരു സറൗണ്ടിങ് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ടോബിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. അയാളെ ചുറ്റിപ്പറ്റി കഥ നടക്കുന്നു. അയാളുടെ കാര്യങ്ങൾ ആ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ ഈ ആൻസർ പറഞ്ഞത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊക്കെയുള്ള കുറേ ഐഡിയകളായിരുന്നു. ഈ ഐഡിയകളെടുത്ത് നമ്മുടെ ആർട്ട് ഡയറക്ടർ മലയാളിയാണ് അർഷദ് എന്ന് പറഞ്ഞിട്ട്,
ആർട്ടിൻ്റെ ആളുകളും പിന്നെ നമ്മുടെ കോസ്റ്റ്യൂമിൻ്റെ ആളുകളും അവരെല്ലാവരും നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ട് ആ ഒരു വേൾഡ് ക്രിയേഷൻ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു വേൾഡ് ക്രിയേഷൻ എനിക്കും എൻ്റെതായുള്ള കുറേ സാധനങ്ങൾ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. While watching the trailer, I felt like there is so many combination scenes with Rajkummar Shetty sir. What is your experience with not the actor Rajkummar Shetty, with the character Toby? It was beautiful. Even today, like our film is released in Kannada. Now it is releasing in Malayalam. Even today, when I think of those scenes, it is very emotional for me. So that's the beauty of the writing. So as Jenny, when I'm playing that character with Raj, it was very emotional for me. Thinking, even though they are father and daughter, there is nowhere in the story where we call each other. Neither does he call me a daughter, Appa, Magalu. I mean, Beti, whatever that is. So neither will I call, nor will I call him dad at any point. But that establishment is so strong and beautiful that it's like That unspoken. is visible, your Appa and Correct, yes, that is there. And it's a very beautiful thing, even while playing. It's not like that love where, you're kissing or, talking very nicely. She's a very tough lady from the outside. So that expression of love is also very tough, that tough love kind of a thing. But their bond is very special. So I think while playing also, we became those characters. And I don't think both of us used glycerin while, emoting emotional scenes and things like that. So that's the beauty of each scenes and those characters. So I loved playing. Basil said that there is no any dialogues to Yeah, Toby, to him, right? yes. Some emotions and sounds. Yes, but the irony is, I talk more, but actually he talks more than anybody. He's very expressive. You can actually understand what he's trying to say without any words. So that's how he's performed, one thing, and that's how he's worked on his character. And even with that limitations, he's been very expressive. So you can see, I mean, when the film comes up, we can't wait for all of you to watch it. So you'll know how he's worked on his character, so that he's emoted every possible thing, every sentence that he's trying to say, you'll understand. So even without dialogue, it is well understood. So In the trailer also, I felt like sometimes he is a silent person, very innocent guy, and sometimes he's very arrogant and a loud person. ഒരു വ്യക്തിയിലാണ് ഈ രണ്ട് ഇമോഷൻസ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സിനിമയുടെ ഏത് ഘട്ടത്തിലാണ് വരുന്നത്? അവസാന ഭാഗത്തേക്ക് നമ്മുടെ കാന്താരയിലേക്ക് കാണുന്ന പോലത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ സിനിമയ്ക്ക് പോസിബിൾ ആണോ? അങ്ങനത്തെ ഒരു കാന്താരയുടെ അത് മേ ബി എന്താണ് നമ്മുടെ പോസ്റ്ററിന്റെ കളർ ടോണും പരിപാടികളും കൊണ്ട് ഈ ഒരു വളരെ കമ്പാരിസൺ എല്ലാവരുടെയും കമ്പാരിസൺ വരും. പക്ഷെ പടം കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക് ആ ഒരു സാധനം ഇല്ല. അത് ബിഫോർ വാച്ചിങ് ആണ് ഈ ഒരു ഐഡിയ മേ ബി സംതിങ് ലൈക്ക് കാന്തറ എന്ന് പറയുന്ന അവരൊരു ഗെസ് വർക്കിൽ കാണുന്നത്. പക്ഷെ ഇത് കാന്തറയുടെ ആ ഒരു ടോണേ അല്ല, അത് കംപ്ലീറ്റ്ലി വേറെ തന്നെ ഒരു ടോൺ പരിപാടിയാണ്. പിന്നെ അഗെയിൻ ഇതിലുള്ള എക്സ്ട്രീം ഇതിൻ്റെ ക്യാരക്ടർ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പോയിന്റ് കഴിഞ്ഞിട്ട് അങ്ങനെ ബ്ലാസ്റ്റ് ആവുന്നില്ല. അതായത് ഇവൻ്റെ ഒരു ജേർണി അങ്ങനെ, അത് വളരെ റോ ആയിട്ടുള്ള ഒരു പച്ചയായ മനുഷ്യനാണ്. ആ ഒരു പച്ചയായ വളരെ റോ ആയിട്ടുള്ള വളരെ സിമ്പിൾ, അതായത് അടിച്ചാൽ തിരിച്ചടിക്കും, ചിരിച്ചാൽ തിരിച്ചിരിക്കും, അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യർ. കാരണം സംസാരിക്കാൻ പുള്ളിക്ക് ചില കാരണങ്ങളാൽ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളിയുടെ ഈ പല റെസ്പോൺസും വളരെ ഓപ്പൺ ആയിരിക്കും. ആ ഓപ്പൺനെസ് ഇയാളുടെ ഈ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് പുള്ളി മാക്സിമം ഇമോഷണലി പറയുമ്പോൾ അത് ചിലപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് ഒരു വയലന്റ് എക്സ്പ്രഷനായി മാറാം. ബട്ട് അഗെയിൻ നമ്മൾ ഈ മൂവി ഇരുന്ന് കാണുമ്പോൾ മേ ബി നിങ്ങൾക്ക് ആ ഗ്ലിംസസ് ആ ട്രെയിലർ പരിപാടികളൊക്കെ കാണുമ്പോൾ കിട്ടുമായിരിക്കും. അഗെയിൻ ആ മൂവി ഇരുന്ന് കാണുമ്പോൾ ഇത് വെരി ക്യൂട്ട് ക്യാരക്ടർ ആൻഡ് ലൈക്ക് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആ ട്രെയിലറിലുള്ള ഗ്ലിംസസ് നിന്നാണ് മേ ബി യു ഗോട്ട് ദിസ് ഐഡിയ. ബട്ട് ദെൻ അത്രയും ക്യൂട്ടായിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിന് ആ ഒരു പേഴ്സൺ നമ്മൾ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഏതൊരു മനുഷ്യനെയും പുഷ് ചെയ്താൽ അവൻ്റെ ഒരു റിഫ്ലെക്സ് ഉണ്ടാവും. ആ റിഫ്ലെക്സ് യെസ് അതുണ്ട്. ഒരു സമയത്ത് നമുക്ക് കന്നഡ മൂവീസിൽ നിന്ന് കിട്ടാതിരുന്ന ഒരു ഫീലാണ് ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് വരുന്ന സിനിമകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തു നിന്നുള്ള യഥാർത്ഥ കന്നഡക്കാരുടെ ഒരു ലൈഫിനെ, കൾച്ചറിനെ ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ഫോക്കിന്റെ സാന്നിധ്യം കൂടി ഈ വരുന്ന സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഇപ്പം ടോബിയുടെ ചില ഡ്രസ്സിങ്ങിലും ചില ബിഹേവിയറിലും ചെറിയൊരു ഫോക്ക് സാന്നിധ്യം കൂടി ഫീൽ ചെയ്യുന്നുണ്ടായി. ഫോക്ക് സാന്നിധ്യമല്ല, ഇതിന്റെ ആ ഒരു എംഫസിസ് ഇല്ലാതെ, ബട്ട് നിങ്ങൾക്ക് അത് ഫോക്ക് സാന്നിധ്യം ഇതിലില്ല, അങ്ങനെ തന്നെ പറയാം. ബട്ട് ദെൻ അതിൽ ഒരു പോർഷനിൽ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അങ്ങനത്തെ ഒരു ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതിനൊരു ഫോക്ക് സാന്നിധ്യം ഒന്നല്ല. അതായത് ചെറിയ ആ ഒരു മൊമെന്റ് ഓഫ് ടൈമിൽ ആ പോർഷനിലുള്ള ആ ഒരു
ലുക്ക് ആൻഡ് ഫീൽ മാത്രമാണ്, അല്ലാതെ ഒരു ഫോക്കിന്റെ എംഫസിസോ അതിന്റെ ഒരു സാന്നിധ്യം ഒന്നുമില്ല. ഈ ഒരു കൾച്ചറിനെ നിങ്ങൾ സിനിമയാക്കുന്ന സമയത്തും അതിൽ ഏറ്റവും കൂടുതൽ സിനിമാറ്റിക് അപ്പീൽ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ഫോക്ക് മ്യൂസിക്, BGM കാര്യങ്ങളെല്ലാം മുന്നേ പടങ്ങളിലാണെങ്കിലും. അപ്പോൾ ആ ഒരു ഹെൽപ്പ് ശരിക്കും മിഥുൻ എന്ന സംഗീത സംവിധായകനിൽ നിന്ന് എത്രത്തോളം ടോബിക്ക് ലഭിച്ചിട്ടുണ്ട്? മിഥുൻ എന്ന് പറയുന്ന ആള്, നമുക്ക് ഇത് മിഥുൻ്റെ ഒപ്പമുള്ള പരിപാടി ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമില്ല. അന്ന് മുട്ടേക്കാത്ത നമ്മുടെ ടീമിന്റെ ഫസ്റ്റ് പടമായിരുന്നു അന്ന് മുട്ടേ. അത് മുതൽ മിഥുൻ്റെ പരിപാടികളുണ്ട്. അന്നേരം ആളുമായിട്ടുള്ള വർക്കിംഗ് സിങ്ക് ടീമിന്, അതായത് വളരെ ഈസിയാണ്. അതായത് ഓരോ വർക്ക് കഴിയുമ്പോൾ ആ സിങ്ക് ഈസിയായി വരുന്നുണ്ട്. അപ്പോൾ ഒരു ലിമിറ്റ് വരെ നമ്മൾക്കറിയാം മിഥുൻ എങ്ങനെയാണ് വർക്ക്, അതായത് മിഥുൻ്റെ അപ്രോച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത്. മിഥുൻ ഒരു പരിധി വരെ അറിയാം നമ്മളെങ്ങനെയാണ് ഇതിനെ ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എഗെയിൻ അതിനെ കൊണ്ട് നമുക്ക് എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഈസി ആവും, ഇഫക്റ്റീവ് ആവും. ഷോർട്ട് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആൻഡ് ഈസി എന്ന് പറയുന്ന ആ ഒരു കോളത്തിലേക്കാണ്. ഇതിൽ മിഥുൻ അത് മൂവി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിഥുൻ്റെ എത്രത്തോളം കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളത് 100% നിങ്ങൾക്ക് മനസ്സിലാവും. I think with their working style also, after all these years and so many films they have been working together, that rhythm they have. So when they give that scene to him, he already knows why he has edited it like that, and he's already thinking like how the director is thinking. So they are in sync most of the time. So I think that also helps Midhun and Raj to create, and also Praveen when he edits and things like that. So all of them work together, and at the end probably you'll get a film like Kondu Motte Kate Garuda Gamana, Toby. So yeah. Chaithra is a singer and actor. Yes. Two professions at the same time. I'm an actor, but I can sing. That's it. I'm not a singer thing. In the song of Garuda Gamana, you got an achievement, yes, right? I got Saima Saima, Awards, yeah. best playback singer. Yes. This Toby movie, what about the music part? They didn't ask me to Call sing me this and time. sing. Yeah, they didn't like my voice. No, this one, I don't think there was a song which suited my voice. So they're very, my voice is raw and very folky. So that way, I don't think there is a song like that. But I have sung another song in different films, and one more Raj film I've sung a song, but not in Toby. It's very intense. I mean, Midhun Mukundan has always been a very sensible and sensitive music director, and he knows exactly what to give to which film. And I think he catches the rhythm of a film really well, and that is what he's done for Toby also. And previously, Garuda Gamana Rishbhavahana was what it was. One, for of course the story, what Raj had done, and another major part was the music. So with that, again coming to a film like Toby, they're different genres. You can't expect similarities in these two films at all. But Toby is a mass film on its own, and for that, the kind of music that Midhun has given, and especially because it's a father and daughter sentiment, and there's so many beautiful moments between these two, and to such things how he's given music is, as it is, the scenes are really, very engaging. And when music adds, your heart and stomach, everything churns. So it's that kind of a feeling. So he's a brilliant music composer that way. So I think you'll all enjoy what he's given. And I've loved the film with the music so far. So yeah. Can you please sing that award-winning? Oh yeah, the Sojugada. So that is from Garuda Gamana Vrishabhahana, and same team. So the team has not changed. The same team, but different film now. Andavare mundavare mate tavare puspa chandakki male bilpatre madeva ninge chandakki male bilpatre tulasi danava ಮಾದಪ್ಪನ ಪೂಜೆಗೆ ಬಂದೋ ಮಾದೇವ ನಿನ್ನ ಸೋಜುಗಾದ ಸೂಜು ಮಲ್ಲಿಗೆ ಮಾದೇವ ನಿನ್ನ ಮಂಡೆ ಬ್ಯಾಲೆ ದುಂಡು ಮಲ್ಲಿಗೆ. ഇപ്പം മാസ് അപ്പീൽ കൊണ്ടുവരുന്ന മ്യൂസിക് സംഭവങ്ങളെല്ലാം ടോബിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ തരത്തിലൊരു മാസ് സംഭവങ്ങളോ ഒരു സിനിമാറ്റിക് വേൾഡിനോ അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ് രാജ്ബി ഷെട്ടി എന്ന് കേട്ടിട്ടുമുണ്ട്. എത്രത്തോളം നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും? ഇപ്പോൾ ഇതൊരു മാസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാസ് പരിപാടികളല്ല. അതിനുപരി ഇതൊരു പ്ലെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പിന്റെ ഒരു ഡെപ്തിലേക്ക് നമ്മൾ അന്വേഷിച്ച് പോകുന്ന ഒരു ഇതാണ്. ആ ഇതിൽ നമുക്ക് ആ ഒരു ജേർണിയിൽ, ആ ഒരു ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ജേർണിയിൽ നമുക്ക്
വെരി ഇമോഷണലി ഡ്രിവൺ സ്റ്റോറിയാണ്. ആ ഇമോഷണലി ഡ്രിവൺ സ്റ്റോറിയെ നമുക്ക് ആസ് ഇറ്റ് ഈസ് അത് ഭയങ്കര ഡെപ്തും ഇമോഷണൽ പരിപാടികളൊക്കെ നിൽക്കുമ്പോൾ നമുക്കതിന് വീണ്ടും അതിന് ആ ഒരു പരിപാടിയിൽ നിന്ന് അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് മ്യൂസിക്കാണ് അതിനുള്ളത്. അത് അങ്ങനെയാണ് നമ്മൾ ഇതിനെ പരിപാടി ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന് എന്താണ് ഇത് മ്യൂസിക് തന്നെ അതിന് വേറൊരു റിതത്തിലാണുള്ളത്. ആ റിതവും ഈ സ്റ്റോറി പരിപാടികളും നല്ലപോലെ എന്താണ് സിങ്ക് ആയിന്നാണ് ഞാൻ വിശ്വസിക്കുന്ന. ആളുകൾ അവിടെ പറയുന്നത് ഇവിടെയുള്ള ആളുകൾ കണ്ടത് അവർ പറയണം. യെസ്. ഇപ്പം ഈ കാന്താര മൂവി കന്നഡയിൽ വന്ന സമയത്ത് നമ്മൾ മലയാളി ഓഡിയൻസിനും അത് അത്രയധികം കണക്ട് ആവാൻ കാര്യം അതിൻ്റെ ആ ഒരു ലോക്കൽ കൾച്ചർ അത്രയധികം നമുക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടായിരുന്നു. അപ്പോൾ കന്നഡിയക്കാരുടെ ഒരു എന്താണ് അവരുടെ കൾച്ചർ എന്നൊക്കെ പരിചയപ്പെടുത്തി തന്ന ഒരു സിനിമ കൂടിയായിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളതല്ല, കുറേ കാലത്തിന് മുന്നുള്ള എന്തൊക്കെയോ കഥകൾ ഒരു കഥ പോലെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള കഥകളെ പുതിയ പുതിയ കന്നഡ സിനിമകളിലേക്ക് എടുക്കാനുള്ള ഒരു സാധ്യത കൂടിയാണല്ലോ അപ്പോൾ ആ സിനിമകളിലൂടെ നിന്നൊക്കെ വന്നത്. അപ്പം ഇതിൽ പക്ഷേ ഒരു അച്ഛൻ മകൾ ഇമോഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിനപ്പുറത്തേക്ക് ആ ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണല്ലോ, അത് അതിനപ്പുറത്തേക്ക് ആ ഒരു ലോക്കൽ സ്പേസിന്റെ ഒരു കൾച്ചർ കൂടി പരിചയപ്പെടുത്തുന്നുണ്ടോ സിനിമ പരിചയപ്പെടുത്തുന്നു. തീർച്ചയായും അത് നമുക്ക് മലയാളികൾക്ക് ഈസി ആയിട്ട് കണക്ട് ആവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ മംഗലാപുരം, ഉടുപ്പി, ഈ തുളുനാട്, ഇതൊക്കെ നമ്മുടെ ഈ കോസ്റ്റൽ ലൈനിന്റെ എക്സ്റ്റൻഷൻ ആണ്. അതായത് കോഴിക്കോട് കഴിഞ്ഞ് കണ്ണൂർ കഴിഞ്ഞ് കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരം, പിന്നെ ഉടുപ്പി, പിന്നെ കുന്താപുരം എന്നിട്ട് ഈ സെയിം എക്സ്റ്റൻഷൻ ആണ്. ഈ ജോഗ്രഫി സെയിം ആണ്. അവിടെയുള്ള ആളുകളുടെ വസ്ത്രം നോക്കുകയാണെങ്കിൽ നല്ല ലുങ്കി, ഷർട്ട്, നമ്മുടെ അതേ പരിപാടികളൊക്കെ തന്നെ. പിന്നെ സ്ത്രീകൾ സാരിയാണ് പരിപാടി, ക്ലോത്തിങ് ആണെങ്കിലും. പിന്നെ കർണാടക ആസ്പെക്ട്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മംഗലാപുരത്തുള്ള ആളുകളുടെ ഇവൾക്ക് അറിയാൻ പറ്റും, യു മൈറ്റ് നോ ലൈക്ക് ഹൗ ദ മാംഗ്ലൂരിയൻ സ്പീക്ക്. അത് മലയാളികൾ സംസാരിക്കുന്ന പോലത്തെ ഒരു സ്റ്റൈലാണ്. അവരുടെ കൾച്ചറലി ഉള്ളൊരു സാധനം സോഫ്റ്റ് സ്പോക്കൺ ആണ് ഇവർ പറയുക. കാരണം ബാംഗ്ലൂർ അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദ കർണാടകയിൽ കുറച്ചുകൂടി ലൗഡ് എന്നല്ല പറയാം, കമ്പാരിറ്റീവ്ലി യു ക്യാൻ ഫീൽ ദാറ്റ് മാംഗ്ലൂരിയൻ ദി സ്പീക്ക് ദ വെരി സോഫ്റ്റ് സ്പോക്കൺ. അത് ഈ ഒരു കൾച്ചറൽ എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ ആ കൾച്ചറൽ എക്സ്റ്റൻഷൻ ഇപ്പം നമ്മൾ കാന്തറയിൽ കണ്ട അവിടെ ഭൂത്തകോല പരിപാടികളൊക്കെ നമ്മുടെ തെയ്യം, അങ്ങനെ കുറെ കൾച്ചറൽ എക്സ്ചേഞ്ച് ഉണ്ട് അവിടെ. നമ്മളിപ്പോൾ കൾച്ചറൽ എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബോർഡേഴ്സ് ഒക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കി, പണ്ട് എല്ലാവരും ഒപ്പം ജീവിച്ച് ഈ ബോർഡേഴ്സ് ഒക്കെ ഇപ്പം വന്നതൊക്കെ ആവാം. അതുകൊണ്ട് ഈ പരിപാടികൾ കൾച്ചറലിയും പിന്നെ ഈ ജോഗ്രഫിക്കലൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ നമ്മളൊരു ഫാദർ ഡോട്ടർ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ കോൺസെപ്റ്റാണ്. ആ ഒരു ഗ്ലോബൽ കോൺസെപ്റ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടും അത് മലയാളികൾക്ക് എന്നല്ല, എഗെയിൻ ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സിനിമയേക്കാൾ വലുത്. അത് ഗ്ലോബൽ സാധനമാണ്. അതിപ്പോൾ മലയാളിയോ കന്നഡയോ അല്ല ഹിന്ദി, ഇന്ത്യ, ഇംഗ്ലണ്ട് അതൊരു സാധനത്തിൽ ഒതുങ്ങുന്നതല്ല. അതൊരു ഗ്ലോബൽ ഐഡിയോളജി ആകുമ്പോൾ എല്ലാവർക്കും കണക്ട് ആവും. അതിലങ്ങനെ ഒരു റൂട്ടഡ് ആയിട്ടാണ് ഈ സ്റ്റോറി പറഞ്ഞിരിക്കുന്നത്. ബട്ട് ദെൻ അതിൽ പറയുന്ന കാര്യം ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ അതെല്ലാവർക്കും കണക്ട് ആവും. ഈ ചൈത്രയുടെ ഫസ്റ്റ് മലയാളം മൂവിയാണ്. അപ്പോൾ ഇത് മലയാളത്തിൽ റിലീസിന് എടുക്കുമ്പോൾ എന്താ ഒരു എക്സ്പെക്ടേഷൻ? ഇവിടുത്തെ ഓഡിയൻസ് കുറച്ചും കൂടി എന്താ റിവ്യൂവിലൊക്കെ കുറച്ചും കൂടി ജഡ്ജ് ചെയ്യുന്ന ആളുകളാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. No, I'm very excited. But another thing is I also know that how sensible the audience are with respect to good films. So my confidence is we've made a good film. I think they will like it. So that is my confidence. So I'm looking forward to see how you guys will enjoy what we've done, because like he said, there are very similar with respect to what we wear and the pace of the film, everything is very similar to how in general Malayalam films are made. So I'm curious to see how the audience will receive it, but I'm very positive about how they'll receive it, because it has every element that a very engaging film should have, with respect to music, performances, the writing, the story, the sentimental values. Everything is very solid, and it is it holds good for every place. So that way I think it will be well received, and I think you guys will be kind on us. Please be kind on us. So yeah. നമ്മൾ പറഞ്ഞ പോലെ ആ ബോർഡറിനെ അങ്ങനെ എടുത്ത് കളയുന്ന പരിപാടിയാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കന്നഡയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ കാണുന്നത്. ഇപ്പോൾ രാജ്ബി ഷെട്ടി പറയുന്നുണ്ടായി, ഞാൻ കഴിക്കുന്ന സെയിം ഫുഡ് തന്നെയാണ് കേരളത്തിലും, ഏകദേശം സെയിം ടേസ്റ്റ് ഒക്കെ തന്നെയാണ് എൻ്റേത്, വർത്തമാനത്തിലാണെങ്കിലും ഡ്രസ്സിങ്ങിലാണെങ്കിലും എല്ലാം എന്നുള്ളത്. അത് പക്ഷെ നമ്മൾ മലയാളികൾ തിരിച്ചറിയുന്നത് ഒരു പക്ഷേ ഇത്തരം സിനിമകളുടെ വരവോടുകൂടി ആയിരിക്കും. മുൻപ് കണ്ടിരുന്നത് കന്നഡ സിനിമകൾക്ക് ഉണ്ടായിരുന്ന ഒരു മാസ് അപ്പീൽ ഉണ്ടല്ലോ, ഈ പറയുന്ന വേറൊരു ജോണർ തന്നെയായിരുന്നു. അത്തരം സിനിമകൾ മലയാളികൾ വിട്ടിട്ട് കുറച്ചധികം കാലമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു ട്രാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കന്നഡ ഓഡിയൻസിന് മുന്നിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ആണോ? അതോ അവർ അതും അക്സെപ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഓഡിയൻസ് അവിടെ ഉണ്ടോ? ആസ് എ ഹോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസൺ ലാസ്റ്റ് ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ
സിനിമകൾ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്ത് പോവാണ്. ഇപ്പൊ ഇന്ത്യ നമ്മൾ ഇന്റർനാഷണൽ സിനിമ കാണും, ബട്ട് ദെൻ നമ്മൾ കന്നഡ സിനിമ കാണാറില്ല. മലയാളികൾ നമ്മളിപ്പോൾ എന്താ കന്നഡികളാണെങ്കിൽ അവർ കന്നഡ സിനിമ കാണും, ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് മൂവി കാണും, മലയാള സിനിമ കാണില്ല. അങ്ങനത്തെ അതൊക്കെ മാറി. ഇപ്പോൾ ആ ഒരു സിനിമ ഈ ബൗണ്ടറീസും ബാരിയേഴ്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത ആളുകളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ അതാണ് സിനിമയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് എത്തും, അത് റീച്ച് ആവും. അപ്പോൾ നമുക്കതിനെ നിർത്തിവെക്കാൻ കഴിയില്ല. ബട്ട് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് വരുന്ന കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കുറയാണ്. ഈ കൾച്ചറൽ ഈ ഡിസ്റ്റൻസ്, അതായത് നമ്മൾക്ക് അറിയാം ഈ ഫിയർ ഓഫ് അൺനോൺ എന്ന് പറയുന്ന സാധനമൊക്കെ മെല്ലെ ഒഴിവാക്കണം. കാരണം നമുക്കറിയാം അവിടെ ഇങ്ങനെ കൾച്ചർ ഉണ്ട്, അവിടുത്തെ ലൈഫ് ഇങ്ങനെയാണ്, അവിടുത്തെ ജോഗ്രഫി ഇങ്ങനെയാണ്, അവിടുത്തെ ആളുകൾ ഇങ്ങനെയാണ്. അപ്പോൾ സിനിമകൾ നമ്മൾ എത്രത്തോളം റൂട്ടഡ് ആയിട്ടുള്ള, എത്രത്തോളം ആളുകളുടെ റിയാലിറ്റിയെ ടച്ച് ചെയ്ത് സിനിമ എടുക്കുന്നു, അത്രത്തോളം കൾച്ചേഴ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ ഒരു എഫേർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. മേ ബി അതൊരു ബോധപൂർവ്വമുള്ള എഫേർട്ട് പരിപാടികളൊന്നും അല്ല, അതങ്ങനെ സംഭവിക്കുകയാണ്. നല്ല സിനിമകൾ ഇവിടെ എടുക്കുന്നു, അവിടെ കാണുന്നു, ഇവിടെ നല്ല സിനിമ. എഫേർട്ട് നല്ല സിനിമ എടുക്കാനായിരിക്കണം. ഹോണസ്റ്റ് ആയിട്ട് സിനിമ എടുക്കുമ്പോൾ അത് ട്രാവൽ ചെയ്യും. ഈ ഒരു 10 വർഷത്തിൽ വലിയ മാറ്റം കന്നഡയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന ടീമാണ് ഷെട്ടി ഗ്യാങ്. അവരുടെ ഒപ്പമാണല്ലോ വർക്ക് ചെയ്തിട്ടുള്ളത് തുടക്കം തൊട്ടേ. അപ്പൊ ആ ഒരു ടീമിന്റെ സംഭാവന ശരിക്കും എന്താ കന്നഡ മൂവീസിൽ? ഇത് ഷെട്ടി ഗ്യാങ്ങിന് മാത്രം അല്ലെങ്കിൽ ഇവർക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു ചേഞ്ച് അല്ല, ഓവറോൾ ഒരു ചേഞ്ച് ഉണ്ട്. ബട്ട് അവരാണ് അതിന്റെ ഫേസ്. ആ ഒരു ചേഞ്ചിന്റെ ഫേസ് ആണ് രക്ഷിത്, ഋഷഭ്, രാജ്, ഈ 3 ഷെട്ടീസ് എന്ന് പറയുന്നത്. ഇവർ അതായത് ഒരു സ്റ്റൈൽ ഓഫ് മൂവീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ മാത്രം എന്താണ് ബാംഗ്ലൂർ സൈഡിലായാലും വേറെ എല്ലാ സൈഡിലും ചേഞ്ചസ് ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഇവരാണ് അതിനൊരു കൊമേഴ്ഷ്യൽ വാല്യൂ അതിന് കൊണ്ടുവന്നിട്ട് അതിനൊരു ഫേസ് വാല്യൂ കൊണ്ടുവന്നവരാണ്. ഇവർ 3 ആളിൽ ഒതുങ്ങുന്നതല്ല. അവിടെ ഇനിയും കുറേ അമേസിങ് മൂവി മേക്കേഴ്സ് ഉണ്ട്. അവരുടെ മൂവി ഇതിപ്പോൾ നമ്മൾ മേ ബി കുറച്ച് പിന്നോട്ട് പോയാൽ നമ്മൾ കുറേ മൂവി മേക്കേഴ്സ് ഒക്കെ ഉണ്ട്. അവിടെ ഗിരീഷ് കാസർഗോഡ്, അങ്ങനെ കുറേ ഫിലിം മേക്കേഴ്സ് ഉണ്ട്. ഗ്ലോബലി അവരെന്താണ് ആളുകൾ പ്രശംസിച്ചതാണ്. അവിടുന്ന് കുറച്ച് കാലം മേ ബി കുറച്ച് കണ്ടന്റ്, നമ്മൾ ക്വാളിറ്റി കണ്ടന്റ്സ് ഒക്കെ സപ്ലൈ മെല്ലെ ഒന്നും ഇതായി. പക്ഷെ വീണ്ടും അവർ ആ സപ്ലൈ മുന്നോട്ട് വന്നപ്പോൾ വീണ്ടും കന്നഡ ഇൻഡസ്ട്രി പൊന്തി വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഫേസ് ആണ് ഇവർ. ബട്ട് നോട്ട് അവർ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റില്ല. Or probably they became, people are telling, okay, this RRR or the Shetty Gang, they're making it. People are only making it up. But these guys are not, in that business. They are doing their own films. They're not even teaming up. Rakshit is doing his own film, Rishabh is doing his own film, Raj is doing his own film. But the thing is, they have the confidence to do their own kind of film, and then it is reaching a lot of people. Commercially, yes, commercially it is becoming a hit. Probably that's why people are, noticing it. So that's a good thing. I mean, if they're noticing it and they're talking about it, it's a good thing for them only. And to all those other independent filmmakers who wants to come out with good content. So that way, yeah. But I don't think they're just teaming up or doing, deliberately going and doing about it. But their content is reaching, and they're trying to make content. And I think they're not bound to now that they're commercially also becoming successful. Now they're not tensed or worried about who'll fund our concept, who'll fund our story. They're like, I have an idea, I will fund it, I will do it. After that, people will accept it, not accept it. Probably they're ready to take risk on their own. Earlier, probably when they started off, I don't think anyone believed in their dreams. Now everybody is like, oh, if they're doing it, I think we should just invest in it. Probably it'll make more money. Probably that's the idea. You started your singing and acting career in 2019. I started as an actor. As an actor. Now, until I think Garuda Gamana was the first time I sang. ഈ ഒരു ആക്ടിങ്ങിലേക്ക് കടക്കുമ്പോൾ ഈ പറയുന്ന കന്നഡ മൂവീസിന് നമ്മൾ മുന്നേ പറഞ്ഞ ജോണറിലുള്ള മൂവീസിനോട് ഒരു താല്പര്യം തോന്നിയിരുന്നു? അത്തരത്തിലുള്ള സിനിമകളിലെ നായികയാവണം അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? Earlier I didn't think of, actually I'm an engineer. I finished engineering and I wanted to act, but films was never my option. Film happened, but whenever I saw certain films, not all films, I don't think I would want to act in all genres, but there are certain films that inspired me, and I had thought that okay, I probably should act. If I'm acting, I should act in such films or something like that. Can you list the movies? One or two? Previous films, like Godi Banna Sadharana Maikattu, Hemant Emra, Saptasagarada Achello, he's directed recently. So that was the director I really wanted to work with, and I think I've manifested it so much that I got to work with Rakshita and him in this. So that is one film, and Ulidavaru Kandante was one such film, and there's so many. Girish Kasarvalli, he mentioned. So there's this film called Gulabi Talkies. Oh, it's a very old film.
So that is one film, and there's so many films like that. And What about Malayalam? Oh God, Malayalam. I started watching Malayalam films in lockdown, and I think I can understand this much Malayalam, whatever Malayalam, is because of that only. Because of that. Kumbalangi Nights, Trance, Mahesh and Pratikar, all fun. See, Joji, that one film, and Tondimal, that one, and Premam, and then I watched Jai 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 recently, and then Minnal Murali, and then I watched all of this. I'm a fan of all films. ഒരു മലയാളി ആക്ട്രസിന്റെ അടുത്ത് ചോദിച്ചാൽ ഇത്രയും പടം I watched this Mohanlal sir. He has that Tanmatra. Oh, I loved it. Tanmatra. And then I like driving license. I like that. So many. So many, yeah. ബാസിലിന്റെ മലയാളം സിനിമയിലുള്ള ഇതെന്തായിരിക്കും ഇനി അടുത്തത്? എന്തെങ്കിലും ഒരു സംഭവം മലയാളത്തിൽ മാത്രമായി ആഗ്രഹം. ബട്ട് അങ്ങനെ ഒരു സോളിഡ് പ്ലാൻ ഇപ്പൊ ആയിട്ടില്ല. ഞാൻ സ്ക്രിപ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഒരു ഇൻ സം ടൈം ഞാനിപ്പോൾ ഒരു സോളിഡ് സ്ട്രക്ചറിൽ ഇതാ ഇപ്പോൾ ചെയ്യും എന്നുള്ള ആ ഒരു സ്റ്റേറ്റിൽ എത്തിയിട്ടില്ല. സോ സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. ആരുമായിട്ടായിരിക്കും? ഫഹദ് ഫാസിലുമായിട്ട് എപ്പോഴും രാജ്ബി ഷെട്ടി ഉൾപ്പെടെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം മനസ്സിലുള്ള കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ, ആരാണ് ഇവിടെ? അങ്ങനെയുണ്ട് ആഗ്രഹമുണ്ട് തീർച്ചയായും. ഇപ്പോൾ ഫഹദ്, അതായത് ആർക്കാണ് ഇപ്പോൾ ഫഹദിനെ പോലത്തെ ആക്ടറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാതിരിക്കാതെ? എല്ലാ ഡയറക്ടേഴ്സിനെ പോലെ എനിക്കും ആഗ്രഹമുണ്ട്. മേ ബി ഒരു ഗുഡ് സ്ക്രിപ്റ്റ് നമുക്ക് പുള്ളിയോട് പറയാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയുള്ള സ്ക്രിപ്റ്റ് കയ്യിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ 110% ഓടി പോകും. എന്തായാലും ടോബി തിയേറ്ററിൽ മലയാളികൾക്കിടയിലും നല്ല ഹിറ്റായി മാറട്ടെ, അക്സെപ്റ്റ് ചെയ്യപ്പെടട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.